അബുദാബിക്ക് ഈ തവണ വരണ നിൽക്കും വെച്ചത് ഒന്നും നടന്നില്ല. ഇനിയിപ്പോ അമ്പലവും കാരാളിപ്പറ്റ നമുക്ക് പോവാം. നമുക്ക് പോവാം. കണ്ണപ്പൻ ചേട്ടൻ നമ്മുടെ കൂടെ ഒരു ദിവസം ഉണ്ടായിരുന്നു കേട്ടോ. കരാമയിലൊന്ന് പോയിട്ട് പിന്നെ ചേട്ടൻ നമ്മൾ അബുദാബിക്ക് തിരിച്ചു വിട്ടില്ല. ചേട്ടൻ നമ്മുടെ കൂടെ ഒരു ദിവസം നിന്നു. അങ്ങനെ ഒരു നല്ല ദിവസമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കാലത്ത് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങളെല്ലാവരും ഇറങ്ങി. നമുക്ക് ഷാർജയിൽ ചെറിയൊരു ഷോപ്പിങ്ങിന് പോകാനുണ്ട്. അപ്പോൾ ചേച്ചിയും അമ്മയും ഉണ്ണിയിലേക്ക് ഇന്ന് തിരിച്ച് മസ്കറ്റിൽ പോകുമല്ലോ. അപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അപ്പോൾ നമ്മൾ ഷാർജയ്ക്ക് ഇന്ന് പോകും. അപ്പോൾ അങ്ങനെ ഷോപ്പിങ്ങും കഴിഞ്ഞിട്ട് ചേട്ടന് അങ്ങനെ തന്നെ ചേട്ടൻ അബുദാബിക്ക് പോകാമെന്നാണ് ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ ചേട്ടനും നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് പോവാണ്. അങ്ങനെ പൂക്കോനും കുഞ്ഞാപ്പൂനും സ്കേറ്റിംഗ് ഷൂ വാങ്ങാൻ വേണ്ടിയിട്ടാട്ടോ നമ്മളിവിടെ വന്നത്. പഠിപ്പിച്ചു കൊടുക്ക്. എന്നിട്ട് ഇങ്ങനെ ആക്കിയാൽ മതി, ഇങ്ങനെ ആക്കിയാൽ മതി. അപ്പൊ ഓഫോ ഇരിക്കല് കുഞ്ഞി പാകണ്ടാ? ഊരുണ്ടാ? ലൂസാണോ ടൈറ്റാണോ? അത് കറക്റ്റ് ആട്ടോ. വേറെ കളർ ചേഞ്ച് ഇല്ല. ഈ കളർ മാത്രമുണ്ടോ? ആ ആണല്ലേ. കാരണം ഞങ്ങള് 2 മാസം മുന്നേ ഡ്രാഗൺ മാർട്ടിന്ന് വാങ്ങിച്ചു. അതിന് 110 ഉണ്ടായി. അതാടാ ഇത് കണ്ടപ്പോ ഞങ്ങള് ഞെട്ടി. അത് ഞങ്ങള് ദുബായിന്ന് ഇങ്ങോട്ട് വന്ന്. അങ്ങനെ നമ്മൾ ചെറിയൊരു ഷോപ്പിങ്ങും കഴിഞ്ഞു. ഈ ചേട്ടനെ മെട്രോയിലൂടെ ഇറക്കാണ് കേട്ടോ. അങ്ങനെ ചേട്ടന് ഞങ്ങൾ മെട്രോന്ന് പിന്നെ ബസ് കയറി അബുദാബിക്ക് അങ്ങനെ തന്നെ പോകും. ഞാൻ പോവാനിട്ടാ. അപ്പോൾ അത് എല്ലാവരോടും യാത്ര പറഞ്ഞു. നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. ചേട്ടൻ വന്ന ദിവസം ഇവിടെ നമ്മുടെ കൂടെ കുറച്ചായിരുന്നെങ്കിലും നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. നാട്ടിൽ പോയ പോലൊരു പ്രതീതിയായി ചേട്ടൻ വന്നപ്പോൾ. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു. പിന്നെ കുറച്ച് നേരം കിടക്കാനൊന്നും സമയം ഉണ്ടായില്ല. പിന്നെ സാധനങ്ങളേക്ക് ഒതുക്കി വയ്ക്കലും ഇവർക്ക് പോകാനുള്ള കാര്യങ്ങളേക്ക് ഒതുക്കി വയ്ക്കലായിരുന്നു. ഒരു 6 മണി 7 മണി ആയപ്പോൾ നമ്മൾ വീണ്ടും വീട്ടിൽ നിന്ന് ഷാർജയിലേക്ക് പോയിട്ടോ. നമ്മുടെ ജുബൈൽ ബസ് സ്റ്റേഷനിലേക്ക് പോയി. ഉണ്ണീനും ചേച്ചിയും അമ്മേനേക്കും ബസ് കയറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കുഞ്ഞാപ്പൂനെ മേക്കപ്പ് ചെയ്ത് കൊടുക്കാണ് കേട്ടോ. സുന്ദരനാക്കാണ് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ വല്യമ്മ കുഞ്ഞുപ്പാറുവിനെ മുടി ഒരു പ്രത്യേക സ്റ്റൈലിൽ കെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ. ചേച്ചി 2 അമ്മമാർക്കും ഒരേപോലത്തെ ചുരിദാർ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഓണായിട്ട്. അപ്പോൾ അതിട്ടിട്ടാണ് 2 അമ്മമാരൊന്ന് റെഡിയായത്. എല്ലാവരും റെഡിയായി. അത് കഴിഞ്ഞ് നമ്മളിനി ബസ് സ്റ്റേഷനിലേക്ക് പോകാൻ കേട്ടോ. സമയം ഒരു 7 മണിക്കും കഴിഞ്ഞിട്ടുണ്ട്. 8:30ക്കാണ് ബസ്. അധികം ട്രാഫിക്കൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ അങ്ങനത്തെ എല്ലാവരും വണ്ടിയിൽ കയറി. ശരിക്കും പറഞ്ഞാൽ ഉണ്ണികളിക്ക് ഉള്ളത് കൊണ്ട് വീട്ടിൽ നല്ല കളിയും ചീറ്റിയും അവരുടെ ഒരു സന്തോഷവും. വെക്കേഷനിക്ക് നമ്മൾ നാട്ടിൽ പോയില്ല അതേപോലെയായിരുന്നു ചേച്ചി ഉണ്ണികളിക്ക് വന്നപ്പോൾ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ഇനിയിപ്പോൾ പോവാന്ന് കേട്ടപ്പോൾ കുഞ്ഞിപ്പാറിനും കുഞ്ഞാപ്പനും എനിക്ക് ഭയങ്കര സങ്കടമായിട്ടാണ്. കുക്കു ചേച്ചിയും കുഞ്ഞാപ്പും ഒന്നും ഇല്ലാണ്ട് നമ്മൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. ടിക്കറ്റും ബസ്സിക്കും സീൽ ചെയ്തു. അപ്പോഴേക്കും ബസ് ഓൺ ടൈമിൽ തന്നെ വന്നു. ചേട്ടൻ്റെ ലഗേജൊക്കെ എടുത്തിട്ട് ബസ്സിൽ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോഴേക്കും ചേച്ചി ടിക്കറ്റും ബസ്സിക്കും കാട്ടിക്കൊടുത്തു. അപ്പോൾ അത് ഓക്കെയാന്ന് പറഞ്ഞു. പിന്നെ കറക്റ്റ് 8:30 തന്നെ ഇവിടുന്ന് ബസ് എടുക്കും കേട്ടോ. അപ്പോൾ ശരി അമ്മ പോയിട്ടാ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ശരി ആയിക്കോട്ടെ. അങ്ങനത്തെ എല്ലാവരോടും യാത്രയ്ക്കും പറഞ്ഞത് അവർ തിരിച്ച് മസ്കറ്റിക്ക് തന്നെ പോകാൻ കേട്ടോ. 5 ദിവസം അവരെ കൂടെ നിൽക്കാൻ പറ്റിയാലും നമുക്ക് കുറേ നാളായില്ല കണ്ടിട്ട്. അപ്പോൾ ചേച്ചിയുടെ അമ്മയ്ക്കും കൂടെ ഒരുമിച്ച് കല്യാണം കഴിഞ്ഞ ശേഷം നമുക്കങ്ങനെ ഈ എന്താ പറയുക ചേച്ചിയും അനിയത്തിക്കായിട്ട് ഒരുമിച്ച് നിൽക്കലേക്കും വളരെ കുറവാണ് തോന്നില്ല. ഇങ്ങനെ ചേച്ചി വരുന്ന സമയത്ത് ഞാൻ ഉണ്ടാവില്ല, ഞാൻ വരുന്ന സമയത്ത് ചേച്ചി ഉണ്ടാവില്ല, അങ്ങനെയൊക്കെയോ. അപ്പോൾ ഇങ്ങനെ 5 ദിവസം നമ്മുടെ ഇവിടെ വന്ന് നിന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ചേച്ചിക്കും. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് അങ്ങനെ പോയിട്ടോ.
തിരിച്ചു വരുമ്പോഴേ കുഞ്ഞിപ്പാറും കുഞ്ഞാറ്റും ഒരേ സൈഡിലിരുന്നിട്ട് ഒന്നും സൈലൻ്റ് ആയിട്ട് ഒന്നും മിണ്ടാണ്ടിരിക്കുക രണ്ടാളും. കുക്കു ചേച്ചി കുഞ്ഞാപ്പിക്കും പോയപ്പോൾ അവരാകെ സൈലൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ ചീറ്റിയും കളിക്കായിട്ട് ആകെ ഒച്ചമ്പഹളായിരുന്നു. അങ്ങനെ ഈ 5 ദിവസം നല്ല കുറേ ഓർമ്മകളുള്ള നല്ല ദിവസങ്ങളായിരുന്നു. അപ്പോൾ അത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്